അരനൂറ്റാണ്ടിന് ശേഷം ചന്ദ്രന്റെ മണ്ണിലേക്ക് വീണ്ടും മനുഷ്യൻ പാദമുയർത്തുന്നു. വെറുമൊരു യാത്രയല്ല ഇത്, ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ ആദ്യ ചുവടുവെപ്പാണ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി നാസ നടത്തുന്ന ഈ മഹായാത്രയുടെ വിശേഷങ്ങൾ അറിയണ്ടേ? ഇതാണ് ആർടെമിസ് മിഷൻ. ആയിരത്തി 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് തിരിച്ചു പോകുന്നത്. ഇത്തവണ പ്രത്യേകതകൾ ഏറെയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു വനിതയും ഒരു കറുത്ത വർഗക്കാരനും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തും. വെറുതെ പോയി വരികയല്ല നാസയുടെ ലക്ഷ്യം, മറിച്ച് ചന്ദ്രനിൽ ഒരു സ്ഥിരം താവളം അല്ലെങ്കിൽ ബേസ് ക്യാമ്പ് ഉണ്ടാക്കി അവിടെ താമസിച്ച് ഗവേഷണം നടത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ചരിത്രയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് 4 കരുത്തരായ യാത്രികരാണ്. മിഷൻ കമാൻഡറായി 50 വയസ്സുകാരനായ റീഡ് വൈസ്മാൻ എത്തുമ്പോൾ പൈലറ്റായി എത്തുന്നത് 49 വയസ്സുകാരനായ വിക്ടർ ഗ്ലോവറാണ്. ചന്ദ്രനിലെത്തുന്ന ആദ്യ കറുത്ത വർഗക്കാരനായി വിക്ടർ ചരിത്രം കുറിക്കും. ഇവർക്കൊപ്പം മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി 47 വയസ്സുകാരിയായ ക്രിസ്റ്റീന കോക്കും 50 വയസ്സുകാരനായ കാനഡക്കാരൻ ജെറമി ഹാൻസനുമുണ്ട്. മാസങ്ങളോളം നീണ്ട അതികഠിനമായ പരിശീലനത്തിന് ശേഷമാണ് ഇവർ ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കും. നാസയുടെ ആർടെമിസ് ദൗത്യം കുതിച്ചുയർന്നു കഴിഞ്ഞു. And lift off as 2 now bound for the moon, humanity's next moon. Good roll pitch. Roger, roll pitch. ഇനി ലോകമുറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന ആ 10 നിർണായക ദിവസങ്ങളിലേക്കാണ്. ചന്ദ്രനെ ചുറ്റിയുള്ള ഈ സാഹസിക യാത്രയിൽ ഓരോ ദിവസവും എന്താണ് സംഭവിക്കുക? ആരൊക്കെയാണ് ഈ ദൗത്യത്തിന് പിന്നിൽ? നമുക്ക് റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷം ആദ്യത്തെ 3 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് കുതിക്കുന്ന ഈ ഘട്ടത്തിൽ പേടകത്തിന്റെ എല്ലാ സിസ്റ്റങ്ങളും കൃത്യമാണോ എന്ന് യാത്രികർ പരിശോധിക്കും. ഭൂമിയിൽ നിന്ന് ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിലേക്ക് സെക്കൻഡിൽ കിലോമീറ്ററുകൾ വേഗതയിലാണ് ഒറിയോൺ പേടകം കുതിക്കുന്നത്. യാത്രയുടെ 4ാം പകുതിയോടെ നമ്മുടെ യാത്രികർ ചന്ദ്രന്റെ സാമീപ്യത്തെത്തും. ചന്ദ്രന്റെ ഉപരിതലത്തിന് വെറും 100 കിലോമീറ്റർ അടുത്തുകൂടി ഇവർ പറക്കും. ഈ സമയത്താണ് ചന്ദ്രന്റെ മനോഹരമായ ദൃശ്യങ്ങളും അവിടുത്തെ റേഡിയേഷൻ അളവുകളും ഇവർ ശേഖരിക്കുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പേടകത്തെ കൃത്യമായി ഉറപ്പിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലെ വെല്ലുവിളി. ഇവർ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലെങ്കിലും ഭാവിയിൽ മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നത് ഇവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റായ SLS ആണ് ഇവരെ വഹിക്കുന്നത്. യാത്രികർ ഇരിക്കുന്നത് ഓറിയോൺ എന്ന അത്യാധുനിക പേടകത്തിലാണ്. പഴയ അപ്പോളോ പേടകത്തേക്കാൾ 50% സ്ഥല സൗകര്യം ഇതിലുണ്ട്. റേഡിയേഷനെ പ്രതിരോധിക്കാനുള്ള കവചം, ഹൈസ്പീഡ് ഇന്റർനെറ്റ്, അത്യാധുനിക ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നിവ ഈ പേടകത്തിന്റെ പ്രത്യേകതയാണ്. അതായത് ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇവർക്ക് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാം. ഏകദേശം 6 ദിവസത്തെ ചന്ദ്രപര്യവേഷണത്തിന് ശേഷം ഇവർ ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങും. 10ാം ദിവസം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ കടക്കുന്ന പേടകം പസഫിക് സമുദ്രത്തിലാകും പതിക്കുക. ഈ ദൗത്യം വിജയകരമായാൽ 2026 നടക്കുന്ന ആർടെമിസ് 3 ദൗത്യത്തിലൂടെ മനുഷ്യൻ ചന്ദ്രന്റെ മണ്ണിൽ നേരിട്ട് കാലുകുത്തും. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ കുതിച്ചുചാട്ടം കാണാൻ ലോകം കാത്തിരിക്കുകയാണ്. ഈ മിഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ ശാസ്ത്ര വിസ്മയങ്ങൾക്കായി ബിലീവർ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.